മക്കളെ നമ്മൾ കയറാൻ പോവാണ്. അറിയാമല്ലോ നമ്മുടെ കരുത്ത് അല്ലേ? നമ്മൾ ഫിനിക്സ് പക്ഷികളാണ് നമ്മൾ അല്ലേ? ഉയരത്തിൽ പറക്കണം. വെള്ളാർമലയുടെ മക്കൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല. നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കേട്ടോ? നമ്മൾ ഉയരത്തിൽ പറക്കും. ഓക്കെ അല്ലേ? വേദിയിൽ ഇനി നാടകമില്ല, ജീവിതമേ ഉള്ളൂ. വെള്ളാർമലയിലെ കുഞ്ഞുങ്ങളുടെ ജീവിതം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുട്ടനാട്ടുകാരൻ തകഴിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥാലോകത്തിലൂടെ വെള്ളാർമലയിലെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ അനുഭവങ്ങളും പേറി അരങ്ങിലാടി. കാണികളുടെ ഉള്ളിൽ അടക്കിപ്പിടിക്കാനാവാത്ത സങ്കടങ്ങളുടെ ഉരുളു പൊട്ടി. ഒറ്റ രാവിൽ ഒലിച്ചുപോയ മലനാടിന്റെ അതിജീവന കഥ ഉച്ചഭാഷിണിയിൽ മുഴങ്ങി. അവരവിടെ ജീവിക്കല്ലേ, അവരഭിനയിക്കായിരുന്നില്ലല്ലോ. അവരനുഭവിച്ച കാര്യങ്ങളെ അവർ രംഗത്ത് ജീവിച്ച് കാണിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ മറ്റെല്ലാം മറന്ന് നമ്മളവിടെ അവരുടെ ആ ജീവിതം കാണുകയായിരുന്നു. ഈ അനുഭവിച്ച അനുഭവങ്ങളിലൂടെ വന്നവരിത് പറയുമ്പോൾ തീക്ഷ്ണത വല്ലാതെ തോന്നുമല്ലോ. വിധികർത്താക്കൾക്ക് നാടകം കാണാനായില്ല. ജീവിതപ്പെയ്ത്തിൽ കുതിർന്ന് നാടകശകലങ്ങൾ ഒലിച്ചുപോയി. അമൽജിത്താണ് കഥയിലെ നായകൻ. ആർത്തലച്ചു വന്ന മൺകൂനകൾക്കുള്ളിൽ കിടന്ന് പ്രാണൻ വെടിയും മുമ്പ് അച്ഛൻ ബൈജു കോരിയെടുത്തതാണ് അമൽജിത്തിനെ. ഒലിച്ചുപോയ കിടപ്പാടത്തിനടിയിൽ നിന്ന് അമൽജിത്തിനെ ചുമലിലേറ്റി വരുമ്പോൾ ബൈജു കരുതിയിട്ടേയില്ല. കടലുപോലെ കരകവിഞ്ഞ സദസ്സിന്റെ കരഘോഷങ്ങൾ തൻ്റെ മകനെ തേടിയെത്തുമെന്ന്. ടെൻഷൻ ഉണ്ട്. അത് കാണുമ്പോൾ അഭിനയിക്കുമ്പോൾ എനിക്ക് കരച്ചിലായിരുന്നു. പിന്നെ ഒന്നും ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ ആ മരണത്തിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു നിയോഗം ഉണ്ടാവും. ശ്വാസം വിടാനൊന്നും പറ്റില്ല. കണ്ണൊക്കെ അടച്ചിട്ട് പിന്നെ കണ്ണിൻ്റെ അകത്ത് മുടിയൊക്കെ നരച്ചിങ്ങനെ പൊടിയൊക്കെ ആയിട്ട് തലയ്ക്ക് കുറേ ഷീറ്റ് ഇതൊക്കെ വന്നടിച്ച് ചേച്ചീൻ്റെ തലയിൽ ഇവിടെ മുറിയൊക്കെ ഉണ്ടായി. ചേന്നൻ്റെ പട്ടീനെ വിട്ടു പോകണ പോലെ ഞങ്ങൾ എൻ്റെ പട്ടീനെ വിട്ടു പോകണം. കരഘോഷങ്ങളെ, കയ്യടികളെ, സ്നേഹവായ്പുകളെ എല്ലാം നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഊർജമാക്കി തിരികെ അവർ ചുരം കയറും. നമ്മുടെ എല്ലാം ഉണ്ണിമാഷും കുട്ടികളും.